ഈ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ സിദ്ദിഖിന് പറയാനുള്ളത് ഇതാണ്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും യുഡിഎഫും നേടിയ തിളക്കമാർന്ന വിജയത്തിൽ സന്തോഷിക്കുമ്പോഴും ഒരു വലിയ ആശങ്ക ഞങ്ങളെല്ലാവരെയും അലട്ടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരവും പിണറായി വിജയന്റെ ജനവിരുദ്ധ നിലപാടുകളുമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകാം. എന്നാൽ ഞങ്ങളെ നയിക്കാൻ കരുത്തനായ ഒരു നേതാവുണ്ടെന്ന ജനങ്ങളുടെ ഉറച്ച വിശ്വാസം കൂടിയാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ കരുത്തെന്ന് ആരും മറക്കരുത്. ഈ തിരഞ്ഞെടുപ്പിൽ യുഡിഎഫ് 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും ഇല്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും ചങ്കുറപ്പോടെ പ്രഖ്യാപിച്ച ഒരേ ഒരു നേതാവേ നമുക്കുള്ളൂ. സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങാതെയും ആരുടെയും ഭീഷണിക്ക് വഴങ്ങാതെയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ഉറച്ച നിലപാടുകൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സാധാരണക്കാരായ ഓരോ വോട്ടറും വിശ്വസിക്കുന്നത് അദ്ദേഹം തന്നെയാകും നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി എന്നാണ്. ആ വിശ്വാസം തകർക്കരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അധികാരം വടംവലികൾക്കോ ഗ്രൂപ്പ് കളിച്ചോ കാലുവാരുന്ന രീതികൾക്കോ വഴിമാറി മറ്റൊരാൾ ഈ പദവിയിലേക്ക് വന്നാൽ അത് ജനങ്ങളോടുള്ള ചതിയാകും. എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല. ജനനായകനായ വി.ഡി. സതീശന് അല്ലാതെ മറ്റൊരു പേരും ആ സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലുമാകില്ല. കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ ചില നേതാക്കളുടെ താല്പര്യങ്ങൾ മാത്രം നോക്കാതെ ജനങ്ങളുടെ വികാരം കൂടി പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കണം. മറിച്ചാണെങ്കിൽ വരാനിരിക്കുന്ന തിരിച്ചടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. കെ. കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ജനനം മുതൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു സാധാരണക്കാരന്റെ അപേക്ഷയാണിത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരേയൊരു പേര് മാത്രം, വി.ഡി. സതീശൻ. നല്ലത് വരട്ടെ. നല്ലത് മാത്രമേ സംഭവിക്കാവൂ.